നമസ്കാരം ഡിജിറ്റൽ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു പലഹാരമായിട്ടാണ് വന്നിരിക്കുന്നത്. പഴവും അതുപോലെ തന്നെ അവലും ചേർത്തുണ്ടാക്കുന്ന ഒരു ഉണ്ട അല്ലെ ലഡു എന്നൊക്കെ പറയാം. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഒരു പലഹാരം ഉണ്ടാക്കുന്നതെന്ന്. ഈ പലഹാരം ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് അവൽ ആവശ്യമാണ്. അപ്പം ഞാൻ 1 കപ്പ് അവൽ എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ബ്രൗൺ അവലാണെങ്കിൽ അത് നല്ല തിന്നായിട്ടുള്ള അവലുണ്ടല്ലോ, അത് ഏത് ടൈപ്പ് വേണമെങ്കിലും എടുക്കാം. ആദ്യം നമുക്ക് അവലുണ്ടല്ലോ എടുത്തു വെച്ച അവലൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഒരു പാൻ വെച്ച് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് അവലിട്ട് കൊടുക്കാം. ഇതൊന്ന് വറുത്തെടുക്കാം. അപ്പം അവൽ ഏതാണ്ട് ചൂടായി ഒന്ന് കളർ ഇങ്ങനെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതൊന്ന് ചൂട് തണിഞ്ഞതിന് ശേഷം നമുക്ക് മിക്സിയുടെ ചെറിയ ജാറുണ്ടല്ലോ അതിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പം ഇതിന് മധുരത്തിനായിട്ട് നമ്മൾ ശർക്കരയാണ് എടുക്കുന്നത്. 4 ആണി ശർക്കര എടുത്ത് വെച്ചിട്ടുണ്ട്. മധുരം നോക്കിയിട്ട് നമ്മൾ ഒരു ഇഷ്ടത്തിനനുസരിച്ചുള്ള മധുരം നോക്കിയിട്ട് ഇട്ടാൽ മതി. ഇനി ശർക്കരയ്ക്ക് പകരം പഞ്ചസാര വേണമെങ്കിൽ അതും ചേർക്കാം. ഒരുപാട് മധുരം ആവാതെ നോക്കുന്നതാണ് നല്ലത്. ശർക്കര ഒന്ന് ആദ്യം നമുക്ക് ഉരുക്കി എടുക്കണം. എന്നിട്ട് അതുപോലെ എന്തെങ്കിലും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അത് അരിച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പം അതിന് വേണ്ടി ഞാൻ കുറച്ച് വെള്ളം വെച്ചു, വളരെ കുറച്ച് വെള്ളം മാത്രം വെച്ചാൽ മതി. ഇനി നമുക്ക് ശർക്കര ഇതിലേക്കിട്ട് ശർക്കര ഉരുക്കിയെടുക്കാം. അപ്പം ശർക്കര ഉരുക്കി വന്നിട്ടുണ്ട്. നമുക്ക് ഇത് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇത് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് അരിച്ചെടുക്കാം. ഇനി നമ്മൾ ഒരു പാൻ വെച്ചു. പാൻ ചൂടായി വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്തെടുക്കണം. അതുപോലെ തന്നെ പഴം ഒന്ന് വരട്ടിയെടുക്കണം. അപ്പം അതിനാവശ്യമായിട്ടുള്ള നെയ്യാണ്. കൂടുന്തോറും ടേസ്റ്റ് കൂടാണ് ചെയ്യുക. ഞാൻ ആദ്യം ഒരു 2 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്കിനി അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ മുന്തിരിയും വറുത്തെടുക്കാം. മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം. മുന്തിരിയോ അണ്ടിപ്പരിപ്പ് നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു കപ്പിലേക്ക് മറ്റും മാറ്റി കൊടുക്കാം. കോരി മാറ്റിയതിന് ശേഷം കുറച്ചുകൂടെ നെയ്യ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി പഴം വരട്ടിയെടുക്കുകയാണ് വേണ്ടത്. ഇനി നമുക്ക് 2 നേന്ത്രപ്പഴം ആവശ്യമാണ്. ഒരുപാട് പഴുക്കണം എന്നില്ല. അപ്പം ഇനി ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് മുറിച്ച് വെച്ച 2 നേന്ത്രപ്പഴം ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ചെറുതായിട്ടാണ് നമ്മൾ മുറിച്ചത് കേട്ടോ. കാരണം ഇത് നല്ലപോലെ വരട്ടി നമുക്ക് ശരിക്കും ഇങ്ങനെ ഉടച്ചെടുക്കുന്ന ആ ഒരു പാകത്തിന് വരണം. അതിന് വേണ്ടിയിട്ട് ഇത് നല്ലപോലെ വരട്ടിയെടുക്കാം. പഴം നെയ്യിൽ കിടന്ന് നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഞാനിങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കിങ്ങനെ ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ശർക്കര ഉരുക്കിയത് ഇതിലേക്ക് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ അധികം നല്ല തീരെ പൊടിയൊന്നും ഇല്ലാത്ത മണ്ണൊന്നും ഇല്ലാത്ത ശർക്കരയാണ്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് ആണി ഇതിലേക്ക് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഉരുക്കണം എന്നൊന്നുമില്ല. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇത് ഇങ്ങനെ മിക്സ് ആയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ആവശ്യത്തിന് ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. നമുക്ക് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ചേർത്താൽ മതി. മിക്സ് ചെയ്തെടുത്തു. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് നേരത്തെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അവിൽ ചൂടാക്കിയിട്ട് പൊടിച്ച. അപ്പോൾ ഇങ്ങനെ പൊടിച്ചിട്ടുണ്ട്. നന്നായിട്ട് ഫൈനാവേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഇളക്കിയെടുക്കുക. അത് ഞാൻ ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. നന്നായിട്ട് മിക്സ് ചെയ്യണേ. ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു 1/4 ടീസ്പൂൺ. അതുപോലെ തന്നെ നമ്മൾ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂടൊന്ന് തണിയണം. അതിന് ശേഷം നമുക്ക് ഷേപ്പ് ചെയ്തിട്ട് എടുക്കാം. നമുക്ക് കൈകൊണ്ട് ചെയ്യുമ്പോൾ ഇത്തിരി ചൂടൊന്ന് തണിഞ്ഞ് കിട്ടണമല്ലോ. അപ്പോൾ ഇത് ഒന്ന് തണുത്ത് വരട്ടെ. അപ്പോൾ ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കിങ്ങനെ ഇളം ചൂടേ ഉള്ളൂ. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഷേപ്പ് ചെയ്തെടുക്കാം.
ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം. അങ്ങനെ വളരെ എളുപ്പത്തിൽ പഴവും അതുപോലെ തന്നെ അവലും ചേർത്ത് സൂപ്പർ ടേസ്റ്റിലൊരു വൈകുന്നേരത്തെ ഒരു ചായ പലഹാരം ഉണ്ടാക്കിയെടുത്തു. എളുപ്പമാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പഴമൊക്കെ വാങ്ങി കഴിയുമ്പം പഴുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് കൂടുതൽ നമ്മൾ പഴം മാത്രം കഴിക്കുന്നതിന് പകരം ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. പുതിയൊരു വീഡിയോ ആയി കാണുന്നവരെ ബൈ.